ഈശോയിലേറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വിചാരിച്ച പ്രിയപ്പെട്ട മറ്റ് വൈദികരെ, സമർപ്പിതരെ, ആത്മായ പ്രേക്ഷിതരെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ത്യയാളത്ത് രൂപതയ്ക്ക് വേണ്ടി ഒരു പുത്തൻ അച്ഛൻ പിറക്കുകയാണ്. അതിൻ്റെ വലിയ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. പുതിയാത്ത് അബ്രാഹം ദീർഘമായ പഠനവും പരിശീലനവും പ്രായോഗിക വർഷപരിചയങ്ങളുമെല്ലാം കഴിഞ്ഞ് പഠനം പൂർത്തിയാക്കി ഇവിടേക്ക് തിരിച്ചു വന്ന് കലാരൂപതയ്ക്ക് വേണ്ടി തിരുപ്പട്ടം സ്വീകരിക്കുകയാണ്. വടവാതൂർ സെമിനാരിയിലാണ് പഠിച്ചത്. അവിടുന്ന് ബഹുമാനപ്പെട്ട റക്ടച്ചനും മറ്റ് അധ്യാപക വൈദികരും സുഹൃത്തുക്കളുമെല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ശിമാശൻ്റെ മാതാപിതാക്കൾ ജോർജ് കുട്ടിച്ചേട്ടനെയും റാണി ചേച്ചിയെയും സഹോദരി അനുവിനെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥനയും അവരുടെ കാത്തിരിപ്പും ഇന്ന് ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ശിമാശൻ്റെ നല്ല ഇടപെടലുകളും സഭയോടും സഭാധികാരികളോടുമുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പവുമെല്ലാം ഈ നാളുകളിൽ എല്ലാവരും കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പഠിക്കാനും കോർട്ടിൽ കളിക്കാനുമെല്ലാം സമർത്ഥനായ ആളാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊരു കുട്ടിയാണ്. എൻ്റെ കൂട്ടത്തിൽ ഔദ്യോഗിക യാത്രകളിൽ പല സ്ഥലത്തും ഉണ്ടായിരുന്നു. വിശ്വസ്തനും വിവേകിയുമായിട്ടാണ് എല്ലാ അവസരങ്ങളിലും എനിക്ക് തോന്നിയിട്ടുള്ളത്. നിരവധിയായ മേഖലകളിൽ ഇടപെടുകയും അവിടെയെല്ലാം പക്വതയുള്ള മനസ്സോടുകൂടി പെരുമാറുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ദൈവശാസ്ത്രവും അതിനു മുമ്പ് തത്വശാസ്ത്രവും എല്ലാം പഠിച്ച് അതിൻ്റെ ആഴങ്ങൾ കുറേയെല്ലാം സ്വന്തമാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ രൂപതയ്ക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ആളാണ്. ഇതിനു മുമ്പ് നമ്മുടെ കതലിക്കാട്ടിൽ മത്തായി അച്ഛനാണ്. ഇവിടെ നിന്ന് മറ്റ് മിഷണറി വൈദികർ ധാരാളം പേരുണ്ട്. ബഹുമാനപ്പെട്ട സക്കറിയാസിനെ പോലെയുള്ളവർ. അങ്ങനെ ദൈവവിളി കൊണ്ടും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആഴം കൊണ്ടുമെല്ലാം കീർത്തി കേട്ട ഒരു സ്ഥലമാണ് ഇന്ത്യയാളം. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ തിരുപ്പട്ട ശുശ്രൂഷ ഇവിടെ നമ്മൾ പരികർമ്മം ചെയ്യുന്നത്. കർത്താവ് വിളിക്കുമ്പോൾ സ്വീകരിക്കാൻ മാത്രം സാധിക്കുന്നൊരു കാര്യമാണിത്. പൗരോഹിത്യത്തെക്കുറിച്ച് പ്രൊട്ടസ്റ്റൻ്റ് ചിന്തകളെല്ലാം കയറി വരുന്ന ഒരു കാലഘട്ടമാണിത്. വിശ്വാസി സമൂഹം നിയോഗിക്കുന്ന ഒരു ശുശ്രൂഷ എന്ന രീതിയിൽ പലപ്പോഴും പൗരോഹിത്യത്തെ കാണുകയും അതിൻ്റെ നിർണായകമായ വഴികൾ തെറ്റിച്ചു കളയുമെല്ലാം ചെയ്യുന്നുണ്ട്. പൗരോഹിത്യം ഏറ്റവും വിലപ്പെട്ട കാര്യമാണ്. ദൈവം നൽകുന്ന ഒരു ക്രമമാണത്. കേവലം വിശ്വാസികളുടെ സമൂഹം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ജോലിയല്ല കത്തോലിക്ക പൗരോഹിത്യം. പൗരോഹിത്യം സ്വീകരിക്കുന്നവർ അവർ സ്വീകരിച്ച ആ കുദാശയുടെ ചിട്ടക്രമങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. പലപ്പോഴും
ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ വാങ്ങിച്ചെടുക്കുന്നത് എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ദൈവികമായ ഒരനുഭവം, അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാനുള്ള കാര്യമാണ് പൗരോഹിത്യം. ഇന്നത്തെ സുവിശേഷം നസ്രത്തുകാരനായ ഈശോയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഭൂമിശാസ്ത്രപരമായ ക്രമപ്പെടുത്തലാണ്. ഇന്ന സ്ഥലത്ത് ജീവിച്ചു എന്നത് അതിൻ്റെ മൂലഭാഷയിൽ നസറായിയോസ് എന്ന് സുവിശേഷകൻ കൊടുത്തിരിക്കുന്നു. നസ്രത്ത് ഇസ്രായേലിലെ ഒരു ചെറിയ ഗ്രാമമാണ്. ഇന്നൊരു സാമാന്യം നല്ല പട്ടണമാണ്. ഈശോ ഇവിടെയാണ് വളർന്നത്. ജീസസ് ഓഫ് നസറത്ത് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാര്യവും അതാണ്. അപ്രധാനമായ ഒരു സ്ഥലമായിരുന്നു. എന്തെങ്കിലും നന്മ നസ്രത്തിൽ നിന്നുണ്ടാകുമോ എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണവും മറ്റൊന്നുമല്ല. നസറീൻ എന്ന് പറഞ്ഞാൽ സംവൺ ഫ്രം നസറത്ത്, നസറത്തിൽ നിന്നുള്ള ഒരുവൻ. നസറത്ത് വേദപുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ ഒരു കേന്ദ്രസ്ഥാനം തന്മൂലം എടുത്തിട്ടുണ്ട്. ആദ്യ മിശിഹാനുയായികളെ, അവർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ലഭിക്കുന്നതിന് മുമ്പ് നസ്രാണികൾ എന്ന പേരായിരുന്നു ഉണ്ടായിരുന്നത്. നസ്രത്തുകാരൻ്റെ കൂട്ടത്തിൽ ജീവിക്കുന്നവർ, അവൻ്റെ സന്ദേശം കേൾക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് നസ്രാണികളെന്ന് പ്രത്യേകിച്ച് പൗരസ്ത്യ ദേശങ്ങളിലെ ആദ്യകാല മിശിഹ അനുയായികളെ എല്ലാം വിളിച്ചിരുന്നത് ആ പേരിലാണ്. അതിൽ നമുക്ക് സവിശേഷമായ ഒരു സ്ഥാനമുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. നസ്രാണികൾ ഏറ്റവും ആദ്യം ഒരു സ്ലിഹായിൽ നിന്ന് തന്നെ ആരംഭമെടുത്ത, നമുക്ക് ഇന്നും നമ്മൾ അഭിമാനബോധത്തോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന ഒരു പേരാണല്ലോ നസ്രാണികൾ എന്നുള്ളത്. നസീറൈറ്റ് എന്ന ഒരു പ്രയോഗശൈലിയും വേദശാസ്ത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളിലേക്കൊന്നും ഞാൻ സമയമെടുത്ത് പോകുന്നില്ല. ഞാൻ ഏതാനും നിമിഷം കൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളാം. 2 ന്യായാധിപന്മാർ 13:5 നാസീർ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഫിലിസ്ത്യരിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുന്ന സാംസൺ ദൈവത്തിന് സമർപ്പിതനാണെന്നാണ് അതിൻ്റെ അർത്ഥം. നാസീറിൽ നിന്ന് വരുന്നവരും അവനോട് ചേർന്ന് നിൽക്കുന്നവരും നാസീറൈറ്റ് എന്ന് അറിയപ്പെടുന്നു. ഒരു വലിയൊരു ചിട്ടക്രമത്തിൽ അബ്സ്റ്റിനൻസ്, ഫാസ്റ്റിങ് എല്ലാം എടുത്ത് ജീവിക്കുന്ന ഒരു കൂട്ടരാണ്. ഈശോ നസ്രത്തിൽ വന്ന് താമസിച്ചു. അങ്ങനെ നസ്രായക്കാരനായി എന്നുള്ള ആ അഭിമാനമാണ് നമുക്ക് എന്നും ഉള്ളത്. സുവിശേഷം നമുക്ക് നൽകുന്ന സത്യവും അതാണ്. അങ്ങനെ കർത്താവിൻ്റെ കൂട്ടത്തിൽ, കർത്താവ് ജനിച്ച് വളർന്ന ആ സ്ഥലത്തോട് ചേർന്നുള്ള പേര് സ്വീകരിക്കുന്ന നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണല്ലോ ഇത്. നമുക്ക് വേണ്ടതൊരു ഇമ്മാനുവേൽ അനുഭവമാണ്. പട്ടം സ്വീകരിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് വേണ്ടത്.
എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ഇസ്രായേൽ ദൈവത്തെ വിട്ടപ്പോൾ അസ്ഥി സമാനമായി തീർന്നു. ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് ഇസ്രായേൽക്കാരനെന്നോ ഈശോയെ വിട്ടിട്ട് ചെറുമലബാറുകാരനെന്നോ പറയുന്നതിലൊരർത്ഥവുമില്ല. ഇസ്രായേൽ ദൈവത്തെ വിട്ടപ്പോൾ അസ്ഥി സമാനമായി തീർന്നു, വെറും ഉണക്ക എല്ലുകൾ പോലെ. എന്നോട് കൽപ്പിച്ചതുപോലെ പ്രവാചകൻ പറയുകയാണ്, ഞാൻ പ്രവചിച്ചു. അപ്പോൾ വലിയൊരു ശബ്ദമുണ്ടായി, ഒരു പ്രകമ്പനം. അസ്ഥികൾ ഒന്നു ചേർന്നു. അസ്ഥികൾ ഓരോന്നും അതിൻ്റെ സന്ധികളോട് ചേർന്നു. ജീവചൈതന്യം അവരിലേക്ക് കൊടുക്കപ്പെട്ടു. ഒരു മഹാസൈന്യമായി അസ്ഥിക്കൂനകൾ മാറിയെന്ന് മാത്രമല്ല, സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിന്നു. ഇന്ന് നമ്മുടെ ഇടവകയിൽ നമ്മൾ പ്രാർത്ഥിച്ച് കൊണ്ടിരുന്ന ശമാശന് അന്ത്യാളത്ത് സ്വന്തം കാലിൽ നിൽക്കുന്ന അന്ത്യാളംകാരനായ ഒരു കൊച്ചച്ഛനെയാണ് നമുക്ക് കിട്ടുന്നത്. നസ്രത്തുകാരനായ ഈശോ എന്ന് പറയുന്നത് പോലെ സ്വന്തം കാലിൽ, സ്വന്തം മണ്ണിൽ, സ്വന്തം കുടുംബാംഗങ്ങളുടെ കൂട്ടത്തിൽ കാലിൽ നിൽക്കുന്ന സാമർഥ്യമുള്ള, നിയോഗിക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയായിട്ട് അബ്രാഹാം മാറുകയാണ്. ഇന്നത്തെ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമ്മൾ കണ്ടല്ലോ, എത്ര സമുന്നതം ഇന്ന് പുരോഹിത എന്ന് തുടങ്ങിയ പ്രാർത്ഥന മാർ നർസായി രചിച്ച കനോനയാണിത്. പുരാതന ശ്രീയാനി സഭയിലെ വലിയ പണ്ഡിതൻ. പൗരോഹിത്യം മാലാഖമാരേക്കാൾ ഉയർന്നതാണ് ആ സ്ഥാനം എന്നാണല്ലോ ആ പാട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. കീർത്തിതനായ ഗബ്രിയേലും പരമോന്നതരായ മറ്റ് മിഖായേലും മുഖ്യദൂതന്മാരും എന്ന നിലയ്ക്കുള്ള അവരുടെ അവസ്ഥ വളരെ വലുതാണ്. മിഖായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തെപ്പോലെ ആരുണ്ട്? ആ വാക്കിൻ്റെ അർത്ഥം അതാണ്. മിഖായേൽ റേഷ് മാലാഖ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. റേഷ് എന്ന് പറഞ്ഞാൽ തലവൻ എന്നാണ്. മലഹമാരിൽ തലവനായിട്ടുള്ളവനാണ് മിഖായേൽ. അവരെക്കാളെല്ലാം വലിയ സ്ഥാനമാണ് ഒരച്ഛൻ്റേത്. സാർത്ഥക നാമങ്ങളുള്ള, ഗംഭീരമായ അർത്ഥം പേരുന്ന നാമങ്ങൾ സ്വന്തമാക്കിയ മുഖ്യദൂതന്മാരെക്കാൾ വലിയവനാണ് ഒരച്ഛൻ, ഒരു പുരോഹിതൻ. അർത്ഥഗംഭീരമായ ഒരു പാട്ടാണ്, ഒരു കീർത്തനമാണിത്. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, മാലാഖമാരേക്കാൾ അല്പം ചെറുതാക്കി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ ശ്രീയാനി സഭയുടെ പിതാക്കന്മാർ പൗരോഹിത്യത്തിൻ്റെ പദവിയെ മാലാഖമാരേക്കാൾ ഉയർന്നതായി കരുതുകയും പഠിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുകയാണ്. അവരുടെ സ്ഥാനം അമൂല്യമാണ്. കുർബാനയിലെ വിഭജന ശുശ്രൂഷയിൽ പാടുന്ന ഒനീശായിലും ക്രോവേൻ ശ്രാപ്പേന്മാർ ഉന്നത ദൂതന്മാർ എന്നുള്ള ആ കീർത്തനത്തിലും ഇതുതന്നെയാണ് നമ്മൾ കാണുന്നത്. മിശിഹായുടെ മഹനീയ സിംഹാസനത്തിന് മുമ്പിൽ ശ്രാപ്പേന്മാർ ഭയത്തോടെ നിൽക്കുമ്പോൾ വെറും പൂഴിയായ ചാരമായ മനുഷ്യൻ, പുരോഹിതൻ കർത്താവിനെ കരങ്ങളിൽ എടുക്കുകയാണ്. അടിസ്ഥാനപരമായ ഒരു ദൈവശാസ്ത്രമാണ്. ആ ദൈവശാസ്ത്രത്തിന്മേലാണ് നമ്മളുടെ അഭിഷേക കർമ്മം മെനയപ്പെട്ടിരിക്കുന്നതും. തുടർന്നുള്ള പ്രാർത്ഥനകളിലെല്ലാം
പുരോഹിതൻ്റെ സാമർഥ്യവും അദ്ദേഹം ഇത്ര വലിയ സ്ഥാനത്തേക്ക് വരുന്നത് ഈശോയുടെ റാസ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുന്നത് കൊണ്ടാണ്. അങ്ങനെ ഇന്ന് നമുക്ക് ഇവിടെ ഒരു പുത്തൻ അച്ഛനെ കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ്. മധുബഹായിൽ ശുശ്രൂഷ ചെയ്യേണ്ടവനാണ്. കർത്താവിനെക്കുറിച്ച് നിരന്തരമായിട്ടുള്ള പഠനത്തിൽ വ്യാപരിക്കേണ്ടവനാണ്. സത്യമായ പ്രബോധനം കൊടുക്കേണ്ടവനാണ്. 1 തിമോത്തി 1:8 നിയമം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നീതിമാന്മാർക്ക് വേണ്ടിയല്ല, മറിച്ച് നിയമനിഷേധകർ, അനുസരണമില്ലാത്തവർ, ദൈവഭക്തിയില്ലാത്തവർ, പാപികൾ, വിശുദ്ധിയില്ലാത്തവർ, ലൗകികൾ, ആളുകളെ ആക്ഷേപിച്ച് സംസാരിക്കുന്നവർ, അസത്യവാദികൾ എന്നിവർക്കെല്ലാം വിശുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്. പൗലോസ് ജയിലിൽ കിടന്നുകൊണ്ടാണ് ഈ കത്തെഴുതുന്നത് തിമോത്തിക്ക്. അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് വീണു, അൺഹോഴ്സ്ഡ് എന്ന് ആണല്ലോ അതേക്കുറിച്ച് പറയുന്നത്, കുതിര നഷ്ടപ്പെട്ടവൻ. അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ ജയിലിലെ സെല്ലിലാണ്, ജയിൽ പുള്ളികളുടെ വസ്ത്രമാണ്, പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് പോയി നടന്ന് പൊട്ടിയ കാലുകൾ, അതിലൊരു കാലിൽ നിന്ന് ചെരുപ്പ് ഊരി ദൂരത്ത് കിടക്കുകയാണ്, മറുവശത്ത് കുറേ വലിയ പുസ്തകങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ പൗലോസിനെ കുറിച്ചുള്ള ഒരു ഐക്യൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആ മുറിയിലിരുന്നു കൊണ്ട് കാലും കൈയുമെല്ലാം വളരെ വ്രണപ്പെട്ട രീതിയിൽ ഇരുന്നും കിടന്നും നിരങ്ങിയും അദ്ദേഹം എഴുതിയ ലേഖനമാണ് തിമോത്തിക്കുള്ളത്. അതുകൊണ്ടാണ് എങ്ങനെയാണ് വൈദികർ, ശുശ്രൂഷകർ സമൂഹത്തെ പണിതുയർത്തേണ്ടത്, തിരുത്തേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. ഓരോ പട്ടവും ഒരു ക്രമമാണ്, ഓർഡറാണ്. ആ ഓർഡർ നമ്മൾ ജീവിക്കുകയും അതിൻ്റെ പ്രാധാന്യം മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് പൗരോഹിത്യം ജീവിക്കുന്ന ശുശ്രൂഷയായിട്ട് മാറുന്നത്. ഒരിക്കൽ ക്രിസ്തുസ്വം മെത്രാപ്പോലീത്ത ഒരു പള്ളിക്കൂടത്തിൽ ചെന്ന് കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ ചക്കുക്കുരു കണ്ടിട്ടുണ്ടോ? ചക്കുക്കുരു കാണാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാ പിള്ളേരും പറഞ്ഞ് കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെ പരിചയമുണ്ട്. പിതാവ് വീണ്ടും ചോദിച്ചു, അതിനകത്ത് എന്താണെന്നറിയാമോ? പിള്ളേർ പറഞ്ഞു, അതിനകത്ത് ചക്കുക്കുരുവിനകത്ത് പിന്നെ എന്നതാന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? അതിനകത്ത് ചക്കുക്കുരുവാണ്. അപ്പം പിതാവ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിൽ അല്പം കാര്യമുണ്ട്, എന്നാൽ ഒരു ചക്കുക്കുരുവിൽ പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് ഒരു പ്ലാവ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ പ്ലാവിന് ശിഖരങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ശിഖരങ്ങളിൽ ചക്ക കായ്ക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഒരു ചക്കുക്കുരു. ഒരച്ഛനും അതുപോലെയാണ്. ഈ അബ്രാഹാം ആരാണ്? മധ്യാളംകാരനൊരു അച്ഛനാണ്. അങ്ങനെ നിങ്ങൾ പറയുമ്പോഴും അദ്ദേഹം വഴി നമ്മുടെ രൂപതയ്ക്കും നമ്മുടെ സഭയ്ക്കും കിട്ടാനിരിക്കുന്ന ശുശ്രൂഷകളുടെ വലിയ കാര്യങ്ങളിലേക്കുള്ള ഒരു പഠിപ്പിക്കലാണ് അഭിഷേകകർമ്മത്തിലെ പ്രാർത്ഥനകളെല്ലാം. ഈ വലിയ മെത്രാപ്പോലീത്ത ചെറുതെന്ന് കാണുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പഠിപ്പിച്ചതുപോലെയാണ്. ഒരുപാട് സൽഗുണങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വരും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഞാൻ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. സമർത്ഥനായ ഒരു വൈദികനെ നമ്മുടെ രൂപതയ്ക്ക് സമ്മാനിച്ച മാതാപിതാക്കളെയും ഇടവകയെയും എല്ലാം. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ വലിയ ക്രമീകരണങ്ങളെല്ലാം ഇവിടെ ചെയ്തു. അച്ഛൻ്റെ നേതൃത്വ പാഠവും ഇത്തരം കാര്യങ്ങളിലുള്ള അച്ഛൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയ ഇടപെടലുകളിലും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ വൈക്കാരന്മാരും കമ്മിറ്റിക്കാരും സിസ്റ്റേഴ്സും എല്ലാം ഈ ദിവസത്തെ നോക്കിയിരിക്കുകയായിരുന്നു. നല്ല ഗുണമേന്മയുള്ള വൈദികനായിട്ട് അച്ഛനെന്ന് പ്രശോഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അൽഫോൻസാമയോട് നമുക്ക് പ്രാർത്ഥനകൾ യാചിക്കാം. ഉചിതനായ ഈശോ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കും.